പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. DCC ഓഫീസിലേക്ക് പോലീസ് എത്തുന്നു. പോലീസിനെ ആക്രമിച്ച മർദ്ദിച്ച പ്രതികൾ ഇവിടെ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് DCC ഓഫീസിന് മുന്നിലേക്ക് കണ്ടോൺമെന്റ് എസ് ഐ പോലീസ് സംഘം എത്തുകയാണ്. പോലീസിനെ വളഞ്ഞിട്ടടിക്കുകയാണ്. കണ്ടോൺമെന്റ് CI ഷാഫി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. പോലീസ് സംഘം DCC ഓഫീസിനുള്ളിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. DCC ഓഫീസിന്റെ വാതിലുകൾ അടയ്ക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ. പക്ഷേ പോലീസ് സംഘം ഇപ്പോൾ DCC ഓഫീസിനുള്ളിലേക്ക് കടക്കുന്നു. അത്യന്തം നാടകീയത നിറഞ്ഞ അത്യന്തം സംഘർഷാത്മകമായ കാര്യങ്ങളിലേക്ക് പ്രശ്നങ്ങൾ മാറുകയാണ്. പോലീസിനെ പുറത്തുനിന്ന് വലിയ കല്ലേറ് പോലീസിന് നേരെ DCC ഓഫീസിന് മുന്നിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നു. വലിയ കല്ലേറ് പോലീസിന് നേരെ ഉണ്ടാകുന്നു. കൂടുതൽ സംഘർഷമാത്രയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിനെ അകത്ത് കയറാൻ അനുവദിക്കാതെ പ്രവർത്തകരുടെ വലിയ കല്ലേറാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച. 4 ഭാഗത്തും പോലീസിന് നേരെ കല്ലേറ്, മാധ്യമങ്ങൾ അടക്കം കല്ലേറുണ്ടാകുന്നു. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസിനെ അകത്ത് കയറാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം. DCC ഓഫീസിന് പുറത്ത് പോലീസും അകത്ത് പ്രവർത്തകർ നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വലിയ കല്ലേറിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ സംഘർഷത്തിലേക്ക് സാഹചര്യം മാറുകയാണ് തലസ്ഥാനത്ത്. തീർച്ചയായും കേരളത്തിന്റെ തെരുവോരങ്ങൾക്ക് പുറമെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം തന്നെ യുദ്ധഭൂമിയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഇപ്പോൾ രക്ഷാപ്രവർത്തകരായി മാറി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന ആഹ്വാനം എല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് കേരളത്തിൽ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴിതാ യുവമോർച്ചയ്ക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസും എല്ലാം ആ രക്ഷാപ്രവർത്തനം കൂടി ഏറ്റെടുത്ത് അങ്ങനെ നമ്മുടെ കേരളം കലാപഭൂമിയായി മാറുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ തന്നെയെന്ന് അനുമാനിക്കേണ്ടി വരികയാണ്. തീർച്ചയായും അരുൺ, ഇവിടെ ഏറ്റവും ആദ്യം അതായത് കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ തലക്കടിക്കുകയും ഹെൽമെറ്റിനടിക്കുകയും ചെയ്തപ്പോൾ അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് പറഞ്ഞത്. പോലീസിനേക്കാൾ മുന്നിൽ DYFIയുടെയും SFIയുടെയും ഒക്കെ നേതാക്കൾ തെരുവിൽ ആളുകളെ നേരിട്ടപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളിയ മുഖ്യമന്ത്രിയാണ് ഉള്ളത് കേരളത്തിൽ. അപ്പോഴാണ് ഈ ആർജവത്തോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇപ്പോൾ ഇറങ്ങുന്നു. പോലീസിന് കൈകെട്ടിയിരിക്കേണ്ടി തിരിഞ്ഞോടേണ്ടി വരുന്നു, കല്ലേറ് കൊള്ളേണ്ടി വരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് തലസ്ഥാനത്ത് എത്തിക്കുന്നുണ്ട് കേരളം. അതാണിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. എപ്പോഴും അടികൊണ്ടിരിക്കില്ല, തിരിച്ചടിക്കുമെന്ന്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ കേരളത്തിൽ സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് നവകേരള യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ എല്ലാവരും തന്നെ അത്തരത്തിൽ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണല്ലോ അരുൺ എത്തുന്നത്. സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ണൂരിലടക്കം കോൺഗ്രസിന്റെ പ്രവർത്തകർ അടിവാങ്ങിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വലിയ ചെറുത്തുനിൽപ്പിലേക്കോ പ്രതിഷേധത്തിലേക്കോ ഒന്നും പോയിരുന്നില്ല. പോലീസിന് പോലും അത്രമേൽ വലിയ ആക്രമണമോ തിരിച്ചടിയോ ഒന്നും നേരിടേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയാണോ സാഹചര്യം അരുൺ?